തെറ്റുകൾക്കെതിരെ പ്രതിഷേധ സ്വരമുയർത്തുന്ന മൈഥിലി സിനിമയിൽ പലപ്പോഴും തന്റെ നാവിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിരുന്നു. ഉം. ആണോ? ഉം. എപ്പോഴും എല്ലാത്തിനും എഗെയിൻസ്റ്റ് തനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എപ്പോഴും പറയാൻ അവിടെ സ്മാർട്ടായിട്ട് ആരെയും. ഞാൻ 2011-12 കാലഘട്ടങ്ങളിലൊക്കെ പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോഴൊന്നും ആരും മൈൻഡ് ചെയ്തിട്ടില്ല. ആ. ഇപ്പൊ എല്ലാരും ഒന്ന് ഭയങ്കര മറ്റേ ഇതൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എന്താന്ന് പോലെ ഇപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഞാൻ സൈലന്റ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, ഐ ഗോട്ട് യു. ഓക്കെ. അപ്പൊ അന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പക്ഷെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലതൊക്കെ പറയാൻ എവിടെയെങ്കിലും മടിച്ചിരുന്നോ? ഇല്ല. സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള് അങ്ങനെ പറയാനൊന്നും മടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് ആരും അത് വില കൊടുക്കുക അതിന് ഈ ആരും ശ്രദ്ധിക്കുക പോലും ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടായിരിക്കും മൈഥിലി ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. ആണോ? ഒരിക്കൽ പോലും. കാരണം മൈഥിലി ഇതുപോലെ ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ട് ഞാൻ അങ്ങനെ ആയിരുന്നു. അതാ പക്ഷെ പറഞ്ഞെ. എന്റെ ശബ്ദം അടച്ചില്ലേ? അതെ, അടപ്പിച്ചില്ലേ? അടപ്പിച്ചു. അതും അടപ്പിച്ചത് ഈ മാധ്യമങ്ങളാണ്. അതെ അല്ലേ? അതെ. അതായത് ഒരു പെൺകുട്ടി, എത്ര വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇത്രയും സഫർ ചെയ്യുന്നത്? ഒരു ഫേക്ക് ന്യൂസ് അല്ലെ, ഇത്രയും ഒരാളെ കുറിച്ച് ഇങ്ങനെ വേണ്ടാതിനം പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് നമ്മള് തളർന്നു പോവും. മനസ്സിലായോ? അപ്പൊ ആ തളർച്ചയെന്ന് നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. മരിക്കില്ല. സ്ട്രോങ് ആയിട്ട് നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവുകയുള്ളൂ. അപ്പൊ ഇതേപോലെ ഫേക്ക് ന്യൂസ് ആയിട്ടോ ഇങ്ങനെയൊക്കെ മൈഥിലിനെ തളർത്താൻ നോക്കിയ ആൾക്കാരെ ഇന്നിപ്പോ അവർക്കൊരു ആൻസർ എന്നുള്ള രീതിയിൽ വളരെ ബോൾഡ് ആയിട്ട് കംപ്ലീറ്റ്ലി റിഫ്രഷ് ആയിട്ടാണ്. എനിക്ക് ഇപ്പൊ മൈഥിലിക്ക് എന്ന് പറയുന്ന മതിലിക്ക് മാത്രമല്ല പറയുന്നത്, ഞാൻ പൊതുവെയുള്ള എല്ലാ പെൺകുട്ടികളോടുമാണ് പറയുന്നത്. എന്തൊരു ഇതിനെയും ഫേസ് ചെയ്ത് നിങ്ങള് അത്രയും നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ സ്ട്രോങ് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് കാര്യത്തിലും കാരണം കുറേ സ്ട്രഗിൾ ചെയ്യുന്ന പെൺകുട്ടികളുണ്ട്. ഇത് പുറത്ത് പറയാത്തതും പുറത്ത് ഇതാത്ത കുറേ കുട്ടികളുണ്ട്. ഇതൊക്കെ പുറത്ത് പറയണം. പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ഓവർകം ചെയ്യാനും ഇത് ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ. ഇപ്പൊ എന്തൊക്കെ ന്യൂസസും ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ എത്രയോ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. എന്തൊക്കെയാ ഈ മീഡിയാസ് തന്നെയല്ലേ ഇതെല്ലാം ചെയ്യുന്നത്? ഈ സോഷ്യൽ മീഡിയ അല്ലേ എല്ലാവരുടെയും. ഇപ്പൊ നമ്മൾ പറയുന്നത് സിനിമ മേഖല മാത്രമാണ് ഇങ്ങനെ. എല്ലാ മേഖലകളിലും പ്രശ്നങ്ങളല്ലേ? ആരെങ്കിലും തുറന്നു പറയുന്നുണ്ടോ? എല്ലാരും പുറത്തോട്ട് വരട്ടെ. അതെ, എല്ലാ മേഖലകളിലും ഉള്ളവര് പറയണം. അതായത് സിനിമ മേഖല എന്ന് പറയുമ്പോ ഓക്കെ, സിനിമ കുറച്ചും കൂടെ ഒരു കളർഫുൾ ഒരു സാധനമാണ്, ഗ്ലാമർ ലോകമാണ്. അപ്പൊ സിനിമയിൽ മാത്രമാണോ? നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്ക്, സിനിമയിൽ മാത്രമാണോ? മലയാളത്തിൽ മികച്ച തുടക്കം ലഭിച്ച നടിയാണ് മൈഥിലി. പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന സിനിമയിലൂടെയാണ് മൈഥിലി സിനിമാ അഭിനയ രംഗത്ത് തുടക്കം കുറിക്കുന്നത്. ഏറെ ശ്രദ്ധ നേടിയ ചിത്രത്തിൽ ടൈറ്റിൽ കഥാപാത്രത്തെയാണ് മൈഥിലി അവതരിപ്പിച്ചത്. പിന്നീട് മലയാളത്തിലെ മുൻനിര നായിക നടിയായി മൈഥിലി മാറുകയായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ നടിയെ ലൈംലൈറ്റിൽ കാണാതെയായി. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകുകയാണ് നടി. അമ്മയായ താരം ശക്തമായ കഥാപാത്രങ്ങളുമായി വീണ്ടും സിനിമാ രംഗത്തെത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ഇപ്പോഴിതാ തനിക്ക് നേരെ ഒരു കാലത്ത് വന്ന വ്യാജ വാർത്തകളെക്കുറിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ചും മൈഥിലി തുറന്നു പറയുകയാണ്. ഗോസിപ്പുകൾക്ക് തളർത്താൻ പറ്റാത്ത നടി എന്ന ലേബൽ എപ്പോഴെങ്കിലും ആസ്വദിച്ചിട്ടുണ്ടോ? ഞാൻ അതിനോട് ആർഗ്യൂ ചെയ്യുന്നില്ല. ഐ എം ഇനഫ്, ഐ എം ഡൺ ഇനഫ്. ഐ ഡോണ്ട് വാണ്ട് ഇനിയും അതൊന്നും റിപ്പീറ്റ് ചെയ്യണ്ട. ഐ എം ഹാവിങ് എ ഗുഡ് ഫാമിലി, ഐ എം ഹാവിങ് എ ബ്യൂട്ടിഫുൾ സൺ. ഇറ്റ്സ് ഇനഫ് ഫോർ മീ. ഓക്കെ. വിവാഹ വാർത്തകൾ വളച്ചൊടിച്ചവരോട് ഇന്നും ദേഷ്യം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നു. വിവാഹ വാർത്ത മനസ്സിലൊന്നുമില്ല എൻ്റെ. പക്ഷെ എന്നാലും എനിക്ക് അതൊക്കെ ഓരോ ട്രോമാസ് ആണ്. എൻ്റെ ഓരോ കാര്യങ്ങളും നമ്മള് ഇത് ചെയ്യാൻ തുടങ്ങുന്നു, അല്ലെ നമ്മൾ എന്തെങ്കിലും ഇത് എന്താ പറയാ, ഇപ്പൊ നമ്മളൊരു കേസ് കൊടുക്കുന്നു, നമ്മൾ അതിനെതിരെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇതേ മാധ്യമങ്ങൾ ഇതേ കാര്യങ്ങൾ വെച്ച് തന്നെ അതായത് നമ്മുടെ ജീവിതത്തിനെയും കൂടെ കയറി ഇടപെടുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ബാഡ്. യുനോ, അപ്പോഴും അവര് നമ്മളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മള് കല്യാണം പോലും വിട്ട് കാശാക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. എങ്ങനെങ്കിലും എന്തെങ്കിലും പറഞ്ഞ്
അത് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് അതിലൂടെ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു എയിമാണ്. നിങ്ങക്ക് നല്ലത് നന്നായി ജീവിച്ചൂടെ? അതെ, അല്ലേ? എന്തിനല്ലേ നല്ലത് എഴുതി നന്നായി ജീവിച്ചൂടെ? സത്യം. എന്തിനാ ഈ വളച്ചൊടിച്ച വാർത്തകളുമായിട്ട് ഒരുപാട് ആൾക്കാര് അല്ലേ? അതെ, എന്തിന്റെ ഇതാണ് വെറുതെ ഓരോന്നും ഫേക്ക് ന്യൂസും ആക്കിക്കൊണ്ട്. നേരെ ഇനി ആരെ കുറിച്ച് എന്ത് എഴുതിയാലും നേരെ കംപ്ലൈന്റ് ചെയ്യുക, നേരെ പോയാൽ മതി. ഇനി പരിപാടി അതേ ഉള്ളൂ. അല്ലാണ്ട് ബാക്കി ഒരു പരിപാടിക്ക് നിൽക്കരുത്. ഡയറക്റ്റ് കംപ്ലൈന്റ് ചെയ്യുക, പരിപാടി ഇത് ചെയ്യുക. അല്ലാണ്ട് ഇതും പറഞ്ഞ് നമ്മൾ ഇതും സ്ട്രഗിൾ, നമ്മൾ വിചാരിക്കും ഓക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഇവര് നിർത്തുമായിരിക്കും, ഇവര് നിർത്തൂല. ഇവര് ഒരാളെ ഒരു ഇരയെ കിട്ടിയ പോലെയാണ് അവർക്ക്. അവരങ്ങോട്ട് മെഴുകുകയാണ് അതിനകത്തിട്ട്. അവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോ അവര് വിചാരിക്കുന്നില്ല എത്രത്തോളം മറ്റേ പേഴ്സണലിനെ വേദനിപ്പിക്കുന്നുണ്ട്. അവര് പോകുന്ന മെന്റൽ ആ ഒരു ട്രോമ, ഇതൊന്നും ഒരിക്കലും അവര് ചിന്തിക്കുന്നതേ ഇല്ല. മെന്റലാണ്. ആ അത്തരം വിഭാഗക്കാരെന്ന് പറയുന്നതേ ഒരു മെന്റലാണ്. അപ്പൊ ആ മെന്റൽ ഇതിനകത്തോട്ട് നമ്മൾ ചെന്ന് പെടാതിരിക്കുക. ബിക്കോസ് ഇറ്റ് മേക്സ് us മെന്റൽ. മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും അതാണ്. അപ്പൊ അതിനകത്തോട്ട് ചെന്ന് പെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതെ, അവര് ചെയ്യുന്നതിന്റെ അവർക്ക് കിട്ടിക്കോളും. അതെ, പണ്ടൊക്കെ പിന്നെ ആയിരുന്നു, ആണല്ലേ? സിനിമയിൽ നിന്നും മാറ്റി നിർത്തലുകൾ ഉണ്ടായിന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. ഉണ്ട്. മാറ്റി നിർത്തലുകൾ ഉണ്ടായിട്ടുണ്ടാവാം. കാരണം അതുകൊണ്ടല്ലേ ഈ ചാൻസസ് ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പോകുന്നത്. പിന്നെ അതൊക്കെ നമുക്ക് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റൂല. ചിലപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്ക്രിപ്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞേ, ഒരു വിഭാഗം ആൾക്കാർക്കോ അവർ ആ പടത്തിൽ വേണ്ട, അവർ ഈ പടത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ചതാണ് അവരൊരു സർക്കിള്. പിന്നെ ഒരു വിഭാഗം ആൾക്കാരെന്ന് പറയുന്നത് ചിലപ്പം ആ സ്ക്രിപ്റ്റില് നമ്മൾക്ക് ഒരു ക്യാരക്ടർ ഉണ്ടാവില്ല. അത് അവരുടെ കുറ്റമോ നമ്മുടെ കുറ്റമോ അല്ല. അവരെ എഴുതി വരുന്ന സ്ക്രിപ്റ്റിനകത്ത് ആ ക്യാരക്ടർ നമ്മൾ ആപ്റ്റ് ആവൂല. അപ്പൊ അവർക്ക് ഒരിക്കലും നമ്മളെ ഇത് ചെയ്യാൻ പറ്റൂല. അത് അവരെ കുറ്റപ്പെടുത്തിയിട്ടോ നമ്മൾ ഇത് ചെയ്തിട്ടോ കാര്യമില്ല. അപ്പം അങ്ങനത്തെ ഒരു മനഃപൂർവ്വമായിട്ട് നമ്മളെ മാറ്റുന്നതും ഉണ്ടാവും. ചിലപ്പോ ഇതുപോലത്തെ സാഹചര്യങ്ങൾ കാരണം നമുക്ക് അവിടെ മാറ്റി നിർത്തുന്നു എന്നൊക്കെ പറയുന്നത് എനിക്ക് ഒരു പിടിയില്ല കേട്ടോ, എനിക്കറിയില്ല. പക്ഷെ നമ്മള് എന്തൊക്കെ ഇപ്പൊ എത്രയോ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും പുരുഷന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും എല്ലാരും ഉണ്ട്. എന്നാ ഒരാള് വിചാരിച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു ഇത് പറ്റിക്കഴിഞ്ഞു, എന്തെങ്കിലും അല്ലെ ബുദ്ധിമുട്ട് ഉണ്ടായി, അവരെ ഒന്ന് കൈപിടിച്ച് തിരിച്ച് കൊണ്ടുവരാം എന്നാരും ചിന്തിക്കുന്നില്ലല്ലോ. എന്നാരും ചിന്തിക്കുന്നില്ലല്ലോ. ആരും യു ഹെൽപ്പ് ഈച്ച് അതേഴ്സ്. നിങ്ങളെ തന്നെ സംരക്ഷിക്കുവോ? ഇല്ലല്ലോ. നിങ്ങൾ തമ്മില് ഇല്ല, എനിക്ക് തോന്നുന്നില്ല. അല്ലേ? What do you think? അതെ, കറക്റ്റ് ആണ്. എല്ലാരും ഇങ്ങനെ സപ്രസ് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര സന്തോഷാണ്. കൈ പിടിച്ച് അതെ, ഓക്കെ നാളെ നീ വാ, നീ കേറി വാ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ സ്ത്രീ സമൂഹത്തിലുണ്ടോ? സ്ത്രീകളിലുണ്ടോ? പുരുഷന്മാരിലുണ്ടോ? അത് നമ്മൾ ഒറ്റയ്ക്ക് വരണം. ഞാൻ പടങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു, പടങ്ങളെല്ലാം ഹിറ്റായിരുന്നു. പക്ഷെ മാധ്യമങ്ങൾ എഴുതുന്നത് വേറെ കാര്യങ്ങളാണ്. പാലേരി മാണിക്യത്തിന് ശേഷം ഞാൻ ചെയ്ത എല്ലാ പടങ്ങളും ഹിറ്റാണ്. ചട്ടമ്പി നാട്, ഈ അടുത്ത കാലത്ത് സോൾട്ട് ആൻഡ് പെപ്പർ, ഷിക്കാർ തുടങ്ങി എല്ലാം ഹിറ്റ് തന്നെയായിരുന്നു. താരങ്ങൾക്കും സ്വകാര്യ ജീവിതമുണ്ട്. എല്ലാവർക്കും തലയിൽ കയറി നിറങ്ങാൻ പറ്റില്ല. ഞാൻ വന്ന കാലഘട്ടത്തിൽ പ്രിന്റ് മീഡിയകൾ ഉൾപ്പെടെ ഫേക്ക് ന്യൂസുകൾ കൊടുത്തു. എന്തൊക്കെ കഥകളാണ്! കഞ്ഞി കുടിക്കാൻ വേണ്ടിയായിരിക്കും. എന്നാൽ പോലും നമ്മളെ വിറ്റ് കാശാക്കുന്നു. ഇങ്ങനെയുള്ള മാധ്യമങ്ങൾക്കെതിരെ 20ഓളം കേസുകൾ താൻ കൊടുത്തിട്ടുണ്ട്. അടുത്തിടെ ഒരു വക്കീൽ വിളിച്ച് കേസിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞു. ഏത് കേസാണെന്ന് പോലും മനസ്സിലായില്ല. ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, കട്ട് ആൻഡ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. കേസ് പിൻവലിക്കില്ല എന്നാണ് താൻ പറഞ്ഞത്. താൻ പ്രതികരിക്കാതെയായപ്പോൾ തന്നെക്കുറിച്ച് എന്തൊക്കെയോ കഥകൾ എഴുതാൻ തുടങ്ങിയെന്നും മൈഥിലി ചൂണ്ടിക്കാട്ടി. മലയാള സിനിമയിലെ മാത്രം പ്രശ്നമല്ല, തെലുങ്കിൽ ഒരു അഭിമുഖത്തിന് താൻ പോയി. 3 സബ്ജക്റ്റ് എന്നോട് പറഞ്ഞു. ഇന്നു മുതൽ നീ എൻ്റെ ഗേൾഫ്രണ്ട് ആണെന്നും പറഞ്ഞു. എൻ്റെ കയ്യിൽ ഒരു റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞു. നിനക്ക് വീടും ജിം ട്രെയിനറെയും തരും, ഇവിടെ താമസിക്കണം, കേരളത്തിലേക്ക് തിരിച്ചു പോകരുതെന്ന് അയാൾ പറഞ്ഞു. എന്നെ വിൽക്കാൻ വച്ചതല്ല, ഞാൻ ആർട്ടാണ് വിൽക്കുന്നതെന്ന് ഞാൻ മറുപടി നൽകി. സിനിമ ചെയ്യാതെ താൻ തിരിച്ചു വന്നു എന്ന് മൈഥിലി പറയുന്നുണ്ട്.
എന്തിനാണ് ഇങ്ങനെ ഫേക്ക് ന്യൂസുകൾ കൊടുക്കുന്നത്? നല്ല കാര്യം ചെയ്ത് നന്നായി ജീവിച്ചുകൂടെ എന്നാണ് മൈഥിലി ചോദിക്കുന്നത്. എല്ലാവരും എന്തിനാണ് നമ്മുടെ കല്യാണം പോലും വിറ്റ് കാശാക്കുന്നു, നമ്മളെ വിൽക്കുന്നു? എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇവർക്കൊന്നും വേറൊരു പണിയില്ലേ? നിങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിച്ചുകൂടെ എന്നൊക്കെ മൈഥിലി ശക്തമായി തന്നെ ചോദിക്കുന്നതും വീഡിയോയിൽ കാണാം. ഇന്ത്യയിലെ ഒരു ഫേമസ് അവാർഡ് ഷോയ്ക്ക് അപ്പോൾ ഞാൻ ആ സമയത്ത് പ്രഗ്നൻ്റ് ആണ്. അപ്പം അതിന് മുന്നിലത്തെ ഫസ്റ്റ് ഡേ എന്തോ എവിടെയാ ക്രൗണിലോ എന്തോ അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പം അതിന് വരുവാണെന്നുണ്ടെങ്കിൽ ബാക്കി പിറ്റേന്ന് മറ്റേ ഇത് വരിക. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ക്രൗണിൽ വരാൻ പറ്റൂല, ഞാൻ ഡയറക്റ്റ് അവാർഡിന് വന്നോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളി എന്നെ വിളിച്ചില്ല. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി എന്നെ വിളിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ വിളിക്കുന്നത്? അപ്പോൾ പറഞ്ഞു ഇതുപോലെ അത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് ഞാൻ കണ്ടു, ഞാൻ ആർട്ടിസ്റ്റിനെയൊക്കെ ഇവിടുന്ന് കണ്ടു, ഇവിടെ അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞ ഒരു ഡയലോഗുണ്ട്. പുള്ളി പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഇത്ര ഫോളോവേഴ്സ് ഉള്ളവരെയാണ് അവിടുന്ന് അവാർഡ്സിന് വിളിക്കുന്നതെന്ന്. അപ്പം ഞാൻ ചോദിച്ചു അതെയോ, ഓക്കെ. ഞാൻ പറഞ്ഞു നാണോ ഇല്ലല്ലോ തനിക്ക്, ഇത് പറയാനുള്ള നാണോ ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇവിടെ 1 or 2 മൂവി ചെയ്തിട്ടുള്ള കുട്ടികളാണ് ഇതിൽ പോയിട്ട് ഇതിലപ്പോൾ ഇത്രയോ കാലിബറുള്ള എത്രയോ ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം ആ സോഷ്യൽ മീഡിയയിൽ എത്ര ഫോളോവേഴ്സ് അനുസരിച്ചിട്ടാണ് ഇവിടെ ചാൻസസ് എന്നിപ്പോൾ. അതായത് അതനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്ക് ചാൻസസ് വരുന്നതെന്ന്. ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലും എത്ര ഫോളോവേഴ്സ് ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് ചാൻസസ് വരുന്നതെന്ന്. ഞാൻ എന്ത് മണ്ടത്തരമാണ് ഇയാൾ ഈ പറയുന്നത്? അല്ലേ, നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നിങ്ങൾക്ക് കേട്ടിട്ട് എന്താ തോന്നുന്നത്? ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ്. ഒരു അവാർഡ് നൈറ്റിന് എന്താ ഇത് ചെയ്താത്തേന്ന് ചോദിച്ചതിനുള്ള മറുപടിയാണ്. നിങ്ങൾ പിന്നെന്താ എന്നെ വിളിക്കാഞ്ഞത്? നിങ്ങൾ വിളിച്ചില്ലല്ലോ, നിങ്ങൾ ഇതിന് വിളിച്ചിട്ട് ഇത് ചെയ്യാന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് മറ്റേ ഇതാ കാര്യമെന്ന്. മേലെ എന്നെ വിളിച്ചു പോയത് പറഞ്ഞു ഒരു കാര്യത്തിനും. എന്താ അല്ലേ, എത്രയോ ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലെ ഫോളോവേഴ്സിനെ പൈസ കൊടുത്ത് വാങ്ങിക്കാം. എത്രയോ പേര് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഞാനൊന്നും പൈസ കൊടുത്തല്ല വാങ്ങിച്ചിട്ടുള്ള കേട്ടോ. എനിക്ക് ജെന്യൂൻ ആയിട്ടുള്ള കുറച്ച് ഫോളോവേഴ്സേ ഉള്ളൂ, പക്ഷെ ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. ഞാൻ ഇത്ര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളല്ല, പക്ഷെ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനത്തിൽ നിന്ന് കിട്ടിയത്.